ആരോഗ്യ സംരക്ഷണത്തിൽ പ്രധാന സ്ഥാനമാണ് മുഖകാന്തിക്കുള്ളത്. ഈ കർക്കിടക മാസ ചികിത്സയിൽ ഇത് എല്ലാം ഒത്തുചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നെടുമങ്ങാട് അമൃത ആയുർവേദ ആശുപത്രി സീനിയർ ഫിസീഷ്യൻ ഡോക്ടർ ജയൻ എംജിയുടെ വാക്കുകളിലേക്ക്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് നമ്മുടെ സൗന്ദര്യത്തിന് കൂടിയാണ്. അപ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണമെങ്കിൽ ആരോഗ്യവും അത്രത്തോളം ശക്തമായിരിക്കണം. അപ്പോൾ ശക്തമായ അല്ല ബലമുള്ള ഒരു ശരീരമുള്ള ശാരീരിക ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു സൗന്ദര്യം ശരീരത്തിൽ മുഴുവൻ, അത് മുഖത്തായാലും ശരീരത്തിലായാലും നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ മാനസികമായ ഒരു ശാന്തതയും. ഉദാഹരണമായിട്ടിപ്പോൾ നമുക്കറിയാം, ഈ സോറിയാസിസ്, എക്സീമ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനസ്സിൻ്റെ വിഹ്വലതയിൽ നിന്നാണ്, മനസ്സിൻ്റെ അശാന്തിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് ശാന്തമായി ജീവിക്കാൻ സഹായിക്കുന്ന യോഗ, അതുപോലെയുള്ള മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി ശീലിക്കേണ്ടതാണ്. ഒപ്പം നമ്മൾ കൂടുതൽ ഇപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് മുഖത്താണ്. അപ്പോൾ മുഖത്ത് എന്തൊക്കെ ചെയ്യാം? ഇന്ന് നമ്മൾ കൃത്രിമമായ പല മാർഗ്ഗങ്ങളും അവലംബിക്കുന്നുണ്ടെങ്കിലും അവ പലപ്പോഴും നമുക്ക് വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുന്ന രീതിയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന സാധാരണ ഔഷധങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ചർമ്മത്തെ സംരക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായ ഒരു ഏരിയയാണ് മുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചർമ്മത്തിൽ കൊഴിഞ്ഞു പോകുന്ന, അതായത് തൊലി പൊട്ടിപ്പൊളിഞ്ഞ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിൽ പുതിയ കോശങ്ങൾ വരുമ്പോൾ പഴയ കോശങ്ങൾ പൊളിഞ്ഞു പോകുമ്പോൾ അതിന് ശരിയായ രീതിയിൽ മാറ്റുന്നതിന് സഹായിക്കുന്ന ആരോഗ്യപരമായ ലേപനങ്ങൾ, ഔഷധ ചൂർണങ്ങൾ ആയുർവേദം സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. നമ്മുടെ അമൃത ആശുപത്രികളിൽ അത് വ്യക്തമായ രീതിയിൽ അതിനുള്ളൊരു പദ്ധതി സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടി ഇപ്പോൾ എക്സ്ഫോളിയേഷൻ, അതായത് മൃതകോശങ്ങളിൽ നിന്നും അതിനെ മാറ്റി വളരെ സ്നിഗ്ധതയും സൗന്ദര്യവും ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഹെർബൽ പൗഡറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ പൊടികൾ, ചൂർണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആഴങ്ങളിൽ സുഷിരങ്ങളുണ്ടായിട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത നമ്മുടെ മറ്റ് പല മരുന്നുകൾക്കും, ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകൾക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയകളിൽ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ധൂമങ്ങൾ ഉപയോഗിച്ച്, അത് പുക ഉപയോഗിച്ചുകൊണ്ട്, ഔഷധ സസ്യങ്ങളുടെ പുക ഉപയോഗിച്ചുകൊണ്ട് അതിന് വൃത്തിയാക്കാൻ കഴിയും. അതുപോലെ പിന്നെ ഇതുപോലെ മസാജ്, അതായത് മുഖത്തിന് സൗന്ദര്യം കൂട്ടുന്ന, അവിടെ ചുളിവുകൾ ഒഴിവാക്കി വളരെ ശക്തമായ ടോൺ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എണ്ണകൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് മുഖത്തെ കൂടുതൽ ചർമ്മത്തെ ബലവത്താക്കാൻ കഴിയും. സാധാരണ ഇപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഈ ഇപ്പോൾ ഉദാഹരണം രക്തചന്ദനം, അതുപോലെ പിന്നെ വെള്ളരിക്ക തുടങ്ങി നമ്മൾ സാധാരണ നമ്മുടെ പിന്നെ ഉപയോഗിക്കാവുന്ന പിണ്ടതൈലം തുടങ്ങി ശരീരത്തിന് കൂടുതൽ, അത് പിത്തശമനമായിട്ടുള്ള, യഥാർത്ഥത്തിൽ പിത്തമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന എല്ലാ ചർമ്മരോഗങ്ങൾക്കും അടിസ്ഥാനം. കാരണം രക്തമുണ്ടായിരിക്കുന്നത് തന്നെ പിത്തത്തിൽ നിന്നാണെന്നാണ് ആയുർവേദ സങ്കല്പം. അപ്പോൾ ഈ വേനൽക്കാലത്ത് പിത്തം വളരെ കുപിതനായി വരുമ്പോഴാണ് ഈ ശരീരം ചൂട് പിടിച്ച് ഈ മഴക്കാലത്ത് പെട്ടെന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ മറ്റു രോഗങ്ങളെ കൂടി ഇംബാലൻസ് ചെയ്തുകൊണ്ട് അസന്തുലിതാവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് ഈ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിത്തശമനമായിട്ടുള്ള മരുന്ന് കഴിക്കണം. ഒപ്പം പിത്തശമനമായ രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, അതുപോലെയുള്ള പിന്നെ വെള്ളരിക്ക തുടങ്ങിയ സംഗതികളെ ഓരോ രോഗിക്കും അനുസരിച്ച്, അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.